ഇപ്പോൾ KSU നേതാവ് മുഹമ്മദ് ഷമ്മാസ് ചേരുകയാണ് പ്രതികരിക്കാൻ. ശ്രീ മുഹമ്മദ് ഷമ്മാസ്, ഇപ്പോൾ ഈ വിഷയത്തിൽ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് പ്രവർത്തകരെ. മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് ചുമത്തിയിരിക്കുന്നത് ആയുധം കൈവശം വെച്ചു, ആയുധം വെച്ചുകൊണ്ട് മന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തു എന്നുള്ളതാണ്. എത്രത്തോളം പരിഹാസ്യമാണ് ഇപ്പോഴും പോലീസിന്റെയും ഈ പറഞ്ഞ CPM സംവിധാനത്തിന്റെയും നിലപാട് എന്നുള്ളത് പ്രകടമാക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പൊ പുറത്തു വരുന്ന FIR. ഇത്രയും നേരം പോലീസിന്റെ ഇതിനകത്ത് ഒരു ആശയക്കുഴപ്പമായിരുന്നു. ഞങ്ങൾ ഇത്രയും നേരം അറസ്റ്റിലുള്ള KSU നേതാക്കൾ ഉൾപ്പെടെ കണ്ടുവരുന്ന സമയത്ത് FIR ഇടാൻ ഇതുവരെ തയ്യാറായില്ല. ഇവരെ അറസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾ പിന്നിട്ടും അവരെ കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാകുന്നില്ല. ആ രീതിയിലേക്ക് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന പോലീസിനോട് ഇത് FIR റെയിൽവേ പോലീസ് ഇടണോ അതോ താങ്കളുടെ ശബ്ദത്തിൽ ചെറിയ സാങ്കേതിക ഹലോ കേൾക്കാമോ? ഹലോ കേൾക്കാം. യെസ് പറഞ്ഞോളൂ. വിചിത്രമായ വാദങ്ങൾ നിരത്തിക്കൊണ്ട് ഈ പറഞ്ഞ ആയുധം വെച്ച് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് MC അതിൽ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തക സഹഭാരവാഹികൾ മന്ത്രി വീണ ജോർജിനെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. സാമാന്യ ബോധമുള്ള ആരെങ്കിലും ഈ വാർത്ത വിശ്വസിക്കും? ഈ ഒരു FIR വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുമോ? എന്ത് തോന്നിയവാസവും ഒരു നിയമ സംവിധാനത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടാമെന്ന് പാർട്ടി തീരുമാനം അനുസരിച്ച് CPMന്റെ പാർട്ടി ഓഫീസിൽ എന്താണോ എഴുതി കൊടുക്കുന്ന അതേപടി FIRൽ ചേർക്കുന്ന നിലവാരം കുറഞ്ഞ രീതിയിലേക്കുള്ള ഒരു സംവിധാനമായി കേരളത്തിലെ പോലീസ് സംവിധാനം മാറി. ഈ പറഞ്ഞ ഇതിനൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന FIR എഴുതാനൊക്കെ ഇരിക്കുന്ന പോലീസുകാരൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു മാസം കഴിയുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുക. നിങ്ങളെ സംരക്ഷിക്കാൻ ഈ പറഞ്ഞ പിണറായി വിജയനും ഈ പറഞ്ഞ വീണ ജോർജൊന്നും ഉണ്ടാകില്ലെന്ന് നല്ല ബോധ്യം പോലീസുകാർക്കൊക്കെ വേണം. തോന്നിവാസങ്ങൾ ഓരോ എഴുതി കൊട്ടി അവസാനം കോടതി ഇതൊക്കെ വലിച്ചെറിഞ്ഞ് കളയുന്ന രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമാനമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വളരെ ശക്തമായ രീതിയിൽ തന്നെ ഒരു സ്വാഭാവികമായ പ്രതിഷേധം സാധാരണഗതിയിൽ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം മാത്രമാണ് ഇന്ന് കണ്ണൂരിൽ ഇറങ്ങിയത്. അതിനെ ഇങ്ങനെ നാടകം കളിച്ച് മൊത്തത്തിൽ ജനശ്രദ്ധയാകെ തിരിച്ചിതാ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടന്ന FIR ഇട്ടിരിക്കുന്നത് റെയിൽവേ പോലീസാണ് കേട്ടോ. മറ്റൊരു കാര്യം കൂടി, ഈ വിഷയത്തെ ഇനി KSU എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? കാരണം ഇന്നും DCC ഓഫീസിലേക്ക് SFIയുടെ മാർച്ച് ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം CPMന്റെ ഭാഗത്തുനിന്നും സംസ്ഥാനത്താകമാനം നടക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ടാകുന്നു മനസ്സിലാക്കും. അതിനകത്ത് ഇപ്പോ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറഞ്ഞ FIR ഇട്ടിരിക്കുന്ന റെയിൽവേ പോലീസ് എങ്ങനെയാണ് അതിന്റെ മറ്റു കാര്യങ്ങൾ വിശദാംശങ്ങൾ പരിശോധിക്കുക എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ സ്റ്റേറ്റ് പോലീസിന് ഈ പറഞ്ഞ ലോക്കൽ പോലീസിന് അത് സംബന്ധിച്ച് FIR ഇടുന്നതിന് ആശയം ഇവർ തമ്മിൽ തന്നെ സാധാരണ മുൻ അനുഭവങ്ങൾ ഉണ്ടല്ലോ. കോടതി ഇതെല്ലാം എടുത്ത് വലിച്ചു ദൂരെ കളയുന്നുള്ള അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ ഒരു ആശയക്കുഴപ്പം നീങ്ങുന്നതിന് വേണ്ടിയുള്ള ഇത്രയും നേരം നിന്നത് റെയിൽവേ പോലീസ് റെയിൽവേ കോമ്പൗണ്ടിൽ നടന്നൊരു വിഷയത്തിൽ സ്റ്റേറ്റ് പോലീസ് ഇതിലും ഗുരുതരമായ വകുപ്പുകൾ നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ വലിയ വകുപ്പുകൾ ചേർത്ത് ആഗോള വകുപ്പൊക്കെ ചേർത്ത് ഏതാണ് ഏവിയേഷൻ വകുപ്പൊക്കെ ചേർത്തെടുത്തതുപോലെ റെയിൽവേയുടെ ഒരു വകുപ്പും കൂടെ ചേർത്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ കേസിൽ നിന്നൊരു ഗാംഭീര്യം ഉണ്ടായിക്കോട്ടെ എന്ന രീതിയിലേക്കുള്ള ഏതെങ്കിലും P ശശിമാരുടെ ബുദ്ധി ഉപദേശത്തിന്റെ പുറത്തായിരിക്കും ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്തത്. എന്തായാലും ഞങ്ങൾ ഇതിനെ നിയമപരമായി തന്നെ നേരിടും. ഒരു തർക്കവും വേണ്ട. വളരെ കൃത്യമായി ഈ വസ്തുതകൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് മന്ത്രിക്ക് ഒരു തരത്തിലൊരു തരിമ്പ് മന്ത്രിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട ഈ പ്രതിഷേധത്തിനിടയിൽ KSU നേതാക്കൾക്കിടയിൽ നിന്ന് പരിക്കേറ്റിട്ടില്ല എന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, കോടതിയെ ബോധ്യപ്പെടുത്താൻ അതിന്റെ നിയമപരമായ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ആ രീതിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർ നടപടികൾ തുടർ പ്രക്ഷേപങ്ങൾ ഉൾപ്പെടെ നടത്തി നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആവശ്യിക്കുന്നത്. യെസ്, വളരെയധികം നന്ദി മുഹമ്മദ് ഷമ്മാസ് താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും മന്ത്രി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വധശ്രമ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം ആയുധം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തു എന്ന കാര്യം കൂടി FIRൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനം എന്നാണ് KSU നേതാവ് മുഹമ്മദ് ഷമ്മാസ് നമ്മോട് പ്രതികരിച്ചത്.